എൻ്റെ ലൈഫിൽ എന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു റൂമറാണ് എനിക്ക് 2 ഫേസാന്നുള്ളത്. അന്നിത് കേട്ടപ്പം എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനല്ലടാ, എനിക്ക് 2 ഫേസല്ലേ, ഇഷ്ടംപോലെ ഫേസസ് ഉണ്ട്. പല സിറ്റുവേഷനിലോട് ഞാൻ പല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമറുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ റൂമറുമായിട്ട് ബന്ധമുള്ള ഒരു സാധനം എനിക്കുണ്ട്. എന്തുവാണെന്നറിയോ? എൻ്റെ ഹെയർ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്ന്. അതേടോ, ചില സമയത്ത് എൻ്റെ മുടി കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് തന്നെ തോന്നും, എന്നാ അടിപൊളി മുടി എനിക്ക് ദൈവം തന്നേക്കുന്നതെന്ന്. പക്ഷേ വേറെ ചില സമയത്ത്, എക്സ്പെഷ്യലി നമ്മൾ എവിടെയെങ്കിലും അണിഞ്ഞൊരുങ്ങി പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ കാണണം, ഭയങ്കര പരിതാപകരമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് വല്ല ബോട്ടോക്സും ചെയ്തിട്ടാലോ എന്ന്. പിന്നെ വിചാരിക്കും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ ആ പരീക്ഷണത്തിന് മുതിർന്നിട്ടില്ല. എൻ്റെ മുടിയെപ്പറ്റി ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാനതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ബേസിക്കലി ഇത് എൻ്റെ ഒരു ഐഡിയ അല്ല. ഞാൻ ആദ്യം കാണിച്ചൊരു യൂട്യൂബറില്ലേ, പുള്ളിക്കാരുടെ വീഡിയോയിൽ നിന്ന് ഞാൻ പണ്ട് കണ്ടു പഠിച്ചതാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു സാധനമാണ്. സംഭവമൊന്നുമില്ല, നമ്മുടെ ഏത്തപ്പഴം നല്ലപോലെ മിക്സിക്കകത്തിലിട്ട് അടിച്ചിട്ട് അതിനകത്തിലോട്ട് എണ്ണ, തേന്, മുട്ട. പിന്നെ എൻ്റെ മുടി കുറച്ച് ഫ്രിസി ഹെയർ ആയതുകൊണ്ട് ഞാൻ മുട്ടയുടെ മഞ്ഞയാണ് എടുക്കുന്നത്. ചെറുതായിട്ടൊരു നാറ്റം വരും, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ എഗ്ഗ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഒന്നുകൂടെ ഇങ്ങനെ പറന്ന് കിടക്കാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഈ പാക്ക് ഇടുന്നതിന് മുന്നേ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ സാധനം നമ്മുടെ മുടിയിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ്സ് വെക്കുക. ഞാനിവിടെ 5 മിനിറ്റ്സ് പറഞ്ഞത് എന്താണെന്നറിയോ? ചില ആൾക്കാർക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ജലദോഷം തുമ്മലും വരും. അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല. പിന്നെ ഏതാണ്ടൊരു 4 കൊല്ലം സൈനസൈറ്റീസിന് ഹോമിയോ മരുന്ന് കഴിച്ച ഒരാളായതുകൊണ്ട് ഈ സാധനം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കഴുകി കളയാറുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലം, അവിടെ കുറേ കുരുപ്പ് പിള്ളേർ കളിക്കുന്നുണ്ടോ? എന്താ ഷട്ടിലല്ലല്ലോ, മറ്റേ ഫുട്ബോൾ എങ്ങാണ്ട് കളിക്കുക. പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാനിത് മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി എടുത്ത് പറയുന്നില്ല. ആദ്യമായിട്ട് യൂസ് ചെയ്ത പോലെ ഒരു ഇമേജ് ഒന്നും കൊടുക്കുന്നില്ല. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചത്. പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ശരി.